രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ 2025 മാർച്ച് മാസം 23-ാം തീയതി രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി അവിടെ വെച്ച് ദളിത് പ്രോഗ്രസ് കോൺക്ലേവ് 2025 എന്ന ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയുണ്ടായി. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്ര കൃത്യമായി വളരെ ചിട്ടയോടുകൂടി ഒരു പരിപാടിയായിരുന്നു രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടത്തിയ ദളിത് പ്രോഗ്രസ് കോൺക്ലേവ് എന്ന് പറയുന്നത്. ഇവിടെ കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രഗത്ഭരായ അക്കാഡമിസ്റ്റുകളെയും രാഷ്ട്രീയ പ്രതിനിധികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായ ഒരു പ്രോഗ്രാമായി അത് കാണുവാൻ ഇടയായി. അതിൻ്റെ ഉദ്ഘാടന സെഷനിൽ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഗവർണറാണ്. അദ്ദേഹം വളരെ അർത്ഥസമ്പൂർണമായ കാര്യങ്ങൾ അവിടെ അവതരിപ്പിക്കുകയുണ്ടായി. പിന്നീട് പ്രകാശ് യശ്വന്ത് അംബേദ്കർ, അദ്ദേഹം ഇന്ത്യയുടെ ദളിത് രാഷ്ട്രീയത്തെ സംബന്ധിച്ച്, ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായി എങ്ങനെ ദളിത് ആദിവാസി വിഭാഗങ്ങൾ ഇന്ത്യൻ സാഹചര്യത്തിൽ മാറണമെന്ന് വിശദമായി കാര്യങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. പിന്നീട് ധനശ്രീ അനുസൂയ, കർണാടകയിലെ ആന്ധ്രയിലെ പഞ്ചായത്ത് രാജ് കൈകാര്യം ചെയ്യുന്ന ഗ്രാമീണ വികസനത്തെ സംബന്ധിച്ച് കൈകാര്യം ചെയ്യുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട മന്ത്രി കൂടെയാണ് അനസൂയ എന്ന് പറയുന്നത്. അതേപോലെ തമിഴ്നാടിൻ്റെ ജ്വലിക്കുന്ന ഇതിഹാസമായ തിരുമാവളവൻ MP, അദ്ദേഹവും പങ്കെടുത്തുകൊണ്ട് വളരെ കൃത്യമായി രാഷ്ട്രീയ വിശകലനവും ദളിത് ആദിവാസികളുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ചും പറയുകയുണ്ടായി. അതേപോലെ മഹാരാഷ്ട്രയിൽ നിന്നും വന്ന വർഷ ജയ്ക്വാഡ് MP, അവർ സ്ത്രീകളുടെ ശാക്തീകരണത്തെ സംബന്ധിച്ച്, ദളിത് ആദിവാസി സ്ത്രീകളുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായി ഒരു വിശകലനം നടത്തുകയുണ്ടായി. ജ്യോതി ഏകനാഥ് ജയ്ക്വാഡ് MLA ആണ്. ദളിത് ശാക്തീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വളരെ കൃത്യതയോടെയും വ്യക്തമായും വിഷയങ്ങൾ പഠിച്ച് അവതരിപ്പിച്ച വ്യക്തിത്വങ്ങളാണ് ഇവരൊക്കെ തന്നെ. അതുകൊണ്ട് വളരെ അർത്ഥസമ്പൂർണവും കാലിക പ്രസക്തവും ഭാവിയിൽ ദളിത് ഇഷ്യൂസിനെ കേരള രാഷ്ട്രീയവും ഇന്ത്യൻ രാഷ്ട്രീയവും എങ്ങനെ നോക്കിക്കാണണമെന്ന് കോൺക്ലേവിലൂടെ, ചർച്ചകളിലൂടെ പുറത്തു വന്ന കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഭാവിയിലും ഇതേപോലെയുള്ള കോൺക്ലേവുകൾ സംഘടിപ്പിച്ച് രാജ്യത്തിനും നമ്മുടെ കേരളത്തിനും മാതൃകയാകാൻ ഈ സംരംഭത്തിന് കഴിയട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ